ലോകത്താദ്യമായി ഫ്രാൻസ് ഗർഭഛിദ്രം, അതായത് അബോർഷൻ, അതിലുള്ള സ്ത്രീകളുടെ അവകാശം ഭരണഘടനയിൽ ഇന്നലെ എഴുതി ചേർത്തു. അത് ഒരു ചരിത്രത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ടാണ് ലോകത്ത് കരുതപ്പെടുന്നത്. പാർലമെൻറ്റിൻ്റെ 2 സഭകളും ചേർന്നിരുന്നു. 780-72 എന്ന വോട്ടിനാണ് ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയിരിക്കുന്നത്. 780-72 എന്ന് പറയുമ്പോൾ 72 പേര് ഈ ഭരണഘടനയിൽ ഇങ്ങനെ ഗർഭഛിദ്രം സ്ത്രീകളുടെ അവകാശമാണ് എന്ന് എഴുതി ചേർത്തതിനെ എതിർത്തു എന്ന് പ്രേക്ഷകർ കരുതരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പം തന്നെ അതൊരു അവകാശമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് അവിടുത്തെ അടിസ്ഥാന നിയമത്തിൽ ഭരണഘടനയിൽ എഴുതി ചേർക്കേണ്ടതുണ്ടോ എന്ന സംശയം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതല്ലാതെ അമേരിക്കയിലോ മറ്റ് ചില ഹംഗറി പോലുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളിലോ ഉള്ളതുപോലെ ഈ ക്രിസ്ത്യൻ സഭയ്ക്ക് ഉള്ളതുപോലെ ഗർഭഛിദ്രത്തോടുള്ള ഒരു വിരോധം കൊണ്ടല്ല അത്ര പേര് അവിടെ എതിർത്തത്. ഇങ്ങനെ ഇത് ഫ്രാൻസിൽ ഇത് പാസ്സാക്കാനുള്ള കാരണം അമേരിക്കയിൽ 2 വർഷം മുമ്പ് ഈ ഗർഭഛിദ്രം ഭരണഘടനാപരമായ അവകാശമല്ല എന്നൊരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അങ്ങനെയാണ് ഈ ചർച്ച അമേരിക്കയിലും ചൂടുപിടിച്ചു, യൂറോപ്പിലും ചൂടുപിടിച്ചു. ഇത് അമേരിക്ക ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1973 അവിടെ റോ ആൻഡ് വെയ്ഡ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ കേസിൽ അത് ഗർഭഛിദ്രം ഒരു സ്ത്രീയുടെ അവകാശമാണ് എന്ന് കോടതി പറഞ്ഞിരുന്നു. എന്നാൽ ഇത് 2 വർഷം മുമ്പ് സുപ്രീം കോടതി ആ വിധി റദ്ദാക്കിയിട്ടാണ് ഗർഭഛിദ്രം അങ്ങനെ അവകാശമല്ല എന്ന്, അതായത് 1973 വിധി റദ്ദാക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ 1973 അമേരിക്കൻ ഭരണഘടന ഗർഭഛിദ്രാവകാശം സംരക്ഷിക്കുന്ന ആ നിയമം ഉണ്ടാകാനുള്ള പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ടെക്സസിൽ നോർമ മക്കോർവി എന്ന സ്ത്രീ 3ാമതും ഗർഭിണിയായി. ആ 3ാമത്തെ കുട്ടി അവർക്ക് ആവശ്യമില്ല എന്നൊരു തോന്നലുണ്ടായി. പക്ഷേ അവിടെ ഓരോ പ്രവിശ്യയിലും പലതിനും പല നിയമങ്ങളാണ്. ഒരു ഒന്നിച്ചിട്ടുള്ളൊരു നിയമമൊന്നും പല കാര്യങ്ങളിലും അമേരിക്കയിലില്ല. അപ്പോൾ ടെക്സസിലെ നിയമം ഈ ഗർഭഛിദ്രത്തിന് വിരുദ്ധമായിരുന്നു. അതുകൊണ്ട് ഈ ടെക്സസ് നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ചുകൊണ്ട് അവിടുത്തെ അറ്റോർണിക്കെതിരെ ഈ സ്ത്രീ കേസ് കൊടുത്തു. അറ്റോർണിയുടെ പേരായിരുന്നു വെയ്ഡ് എന്ന്. അപ്പോൾ അയാളുടെ പേരും ആ കേസിൽ ഉൾപ്പെട്ടു. അങ്ങനെയാണ് അത് റോ ആൻഡ് വെയ്ഡ് എന്ന് പറഞ്ഞ കേസ് വരുന്നത്. അങ്ങനെ അവർക്ക് നോർമയ്ക്ക് ഈ ഗർഭഛിദ്രത്തിനുള്ള അവകാശം മേൽക്കോടതികൾ കൊടുത്തു. അങ്ങനെയാണ് അത് അവിടെ സുപ്രീം കോടതിയും അംഗീകരിച്ചു. അങ്ങനെ സ്ത്രീകൾക്ക് അതൊരു അവകാശമായിട്ട് നിലനിന്നു ഗർഭഛിദ്രം. അതാണ് 2022 സുപ്രീം കോടതി പിൻവലിച്ചത്. അതായത് ഒരു പുരോഗമനത്തിലൊക്കെ നിൽക്കുന്ന ഒരു രാജ്യത്ത് പെട്ടെന്ന് യാഥാസ്ഥിതികത്വം വന്നു പതിച്ചതുപോലുള്ളൊരു അവസ്ഥയായിട്ടാണ് അമേരിക്കയിൽ പൊതുവെ ഈ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തകരൊക്കെ ഇത് എടുത്തത്. അങ്ങനെ ഉള്ള ചർച്ച നടക്കുമ്പോൾ ഫ്രാൻസിൽ ഒരു പ്രക്ഷോഭം തന്നെ രൂപപ്പെട്ടു. അമേരിക്കയിൽ ഇത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിൽ പ്രക്ഷോഭം രൂപപ്പെട്ടു. അങ്ങനെയുള്ള പ്രക്ഷോഭത്തിലാണ് ഇത് ഭരണഘടനയുടെ ഭാഗം തന്നെ ആക്കണം എന്ന നിർദ്ദേശം വന്നിട്ട് ഈ തിങ്കളാഴ്ച ഈ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ വോട്ടെടുപ്പ് നടന്ന് അത് ഭരണഘടനയുടെ ഭാഗം തന്നെ ആക്കിയിരിക്കുന്നത്. അങ്ങനെ ലോകത്ത് ഒരിടത്തും ഗർഭഛിദ്രം സ്ത്രീകളുടെ അവകാശമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടില്ല. ഇപ്പോൾ അത് ഫ്രാൻസിൽ സംഭവിച്ചിരിക്കുന്നു. ഫ്രാൻസിൽ എഴുതി ചേർത്തിരിക്കുന്നത് പക്ഷേ
അങ്ങനെ ഒരു അവകാശം, റൈറ്റ് എന്ന വാക്ക് വന്നിട്ടില്ല. വന്നിരിക്കുന്നത് അബോർഷൻ ഈസ് എ ഗ്യാരൻറ്റീഡ് ഫ്രീഡം ഓഫ് ഫ്രാൻസ്. ഗ്യാരൻറ്റീഡ് ഫ്രീഡം, അതൊരു സ്വാതന്ത്ര്യമായിട്ട് അംഗീകരിക്കുന്നു എന്ന വാചകമാണ് ചേർത്തിരിക്കുന്നത്. അബോർഷൻ ഈസ് എ റൈറ്റ് എന്നല്ല. പക്ഷെ അത് അങ്ങനെ വേണം എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇത് ഈ വലതുപക്ഷ പാർട്ടികൾ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗർഭഛിദ്രത്തിനെതിരായ വികാരം അവിടങ്ങളിൽ രൂപപ്പെടുന്നത് എന്ന കാഴ്ചപ്പാട് ഉണ്ട്. ഈ ഫ്രാൻസിൽ ഇത് പാസ്സാക്കി കഴിഞ്ഞ ഉടനെ, ഭരണഘടനയിലെ ഭാഗമാക്കി കഴിഞ്ഞ ഉടനെ നമുക്കറിയാം ഈഫൽ ഗോപുരം അവിടെയാണ്. ഈഫൽ ഗോപുരത്തിൻ്റെ മുഖത്ത് രാത്രി പ്രകാശം തെളിഞ്ഞു. അതിലെഴുതിയിരുന്നു മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ശരീരം എൻ്റെ തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. മൈ ബോഡി മൈ ചോയ്സ് എന്ന മുദ്രാവാക്യം തെളിഞ്ഞു വന്നു. അവിടുത്തെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ പറഞ്ഞു, അതായത് അവിടെ ഗർഭഛിദ്രം ഇങ്ങനെ അവകാശമല്ലാതിരുന്ന കാലത്ത് ഈ നിയമവിരുദ്ധമായ ഗർഭഛിദ്രങ്ങൾ പല ക്ലിനിക്കുകളുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിതോടുകൂടി അവസാനിക്കും. എല്ലാ സ്ത്രീകൾക്കും നമ്മളൊരു സന്ദേശം അയക്കുകയാണ്, നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാണ് എന്നതാണ് ആ സന്ദേശം എന്ന് പറഞ്ഞു. പ്രസിഡൻറ്റ് മാക്രോൺ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ഇങ്ങനെ ഭരണഘടനയുടെ ഭാഗമാക്കിയതിൽ ആഘോഷം വെള്ളിയാഴ്ച നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാജ്യാന്തര വനിതാ അവകാശ ദിനമാണ്. അന്ന് ഈ ഗർഭഛിദ്രം ഭരണഘടനയിൽ എഴുതി ചേർത്തത് ഫ്രാൻസ് ആഘോഷിക്കാൻ പോകുന്നു. ഫ്രാൻസിൽ 1975 തന്നെ ഗർഭഛിദ്രത്തിന് നിയമപരമായ അവകാശം ഉണ്ട്. അത് ആർക്കും ആകാം. അക്കാലത്ത് ആരോഗ്യമന്ത്രി സൈമൺ വെയിൽ ആയിരുന്നു. സൈമൺ വെയിൽ ഈ ഹിറ്റ്ലറുടെ കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെയൊക്കെ ഒരു ഇരയായിരുന്നു. ഓഷ്വിറ്റ്സ് ഇരയാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ സ്ത്രീകളുടെ അവകാശത്തിൻ്റെ ഒരു ഐക്കണായിട്ടും മാറിയിരുന്നു. അങ്ങനെയാണ് അതിന് മുൻകൈ എടുത്തത്. അതുകൊണ്ട് ഈ അമേരിക്കയിൽ ഗർഭഛിദ്രത്തിന് സംബന്ധിച്ച് പല ചേരികളായിട്ടാണ് വാദം നടക്കുന്നത്. യൂറോപ്പിലും അതെ. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വത്തിക്കാൻ, മാർപ്പാപ്പ അവരൊന്നും ഗർഭഛിദ്രത്തിനെ അനുകൂലിക്കുന്നതല്ല. അതായത് ക്രൈസ്തവ സഭകൾ ഗർഭഛിദ്രത്തിനെ അനുകൂലിക്കുന്നില്ല. കാരണം ജീവൻ ദൈവഹിതമാണ്, ദൈവം തരുന്നതാണ്. അത് നമ്മൾ സ്വീകരിക്കുക, കൂടുതൽ പ്രസവിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ സഭകളുടെയൊക്കെ നയം. കേരളത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഇത്രയും യാഥാസ്ഥിതികമായിട്ടല്ല ഹിന്ദുക്കൾ ചിന്തിക്കുന്നത്. അതിനെപ്പറ്റി ജീവനൊക്കെ വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും നിർണായകമായ അവസരങ്ങളിൽ അതങ്ങനെ ആകാം എന്നൊക്കെയാണ് കരുതാറുള്ളത്. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ആ ഘട്ടങ്ങളിലൊക്കെ ആകാം. ജീവനും പ്രധാനമാണെന്ന് ഹിന്ദുക്കളും കരുതുന്നുണ്ട്. അമേരിക്ക വളരെ പിന്നോട്ട് തന്നെ ഈ നയത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ ഫ്രാൻസിൽ ഇതിന് പിന്തുണ ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇതിനെ എതിർത്തത് വളരെ ന്യൂനപക്ഷമാണ്. 780 പേർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോൾ 72 പേർ മാത്രമാണ് എതിർത്തത്. ആ 72 പേര് എതിർത്തത് ഈ നയത്തിനോടുള്ള വിരോധം കൊണ്ടല്ല, അവിടെ ഈ അവകാശം ഇപ്പം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും സ്ത്രീകളുടെ അവകാശത്തിൽ ഒരു പടി ഫ്രാൻസ് മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇത് ലോകത്ത് ഇനി എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. കേരളം വളരെ പുരോഗമനം പരമാണ് എന്ന് ഭാവിക്കാറുണ്ട്. നവോത്ഥാന മതിലുകളൊക്കെ വരാറുണ്ട്. അതോടൊപ്പം ചില മതങ്ങളുടെയൊക്കെ കാര്യം വരുമ്പോൾ ധാരാളമായിട്ട് പിന്നോട്ടടിക്കുകയും ഗർഭഛിദ്രത്തിനൊന്നും അനുകൂലിക്കാത്ത വലിയൊരു മതവിഭാഗം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പുരോഗമനത്തിൻ്റെ കൂടെയൊന്നുമല്ല ഈ കപടമതേതരവാദികൾ, മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഫ്രാൻസ്
ഈ മുന്നോട്ട് വെച്ച ഈ നയത്തെ തീർച്ചയായും ഇവിടുത്തെ ഇടത് കക്ഷികൾ, കപടമതേതരവാദികൾ എതിർക്കും എന്ന് നമുക്കറിയാം. അവർ ഇതിനെ എതിർത്ത് പ്രമേയം പാസാക്കുമോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.